പിണറായി വിജയൻ സർക്കാരിന്റെ ഊഴത്തിൽ നടക്കുന്ന നാലാമത്തെ ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ സാധ്യതകൾ കൃത്യമായി വിശകലനം ചെയ്യാൻ കഴിയുമായിരുന്നു. ഇവിടെ പ്രവചനങ്ങൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അൻവറാണ്. അൻവർ സ്വയം എരിഞ്ഞ് വീണുകൊണ്ടാണ് അങ്ങനെയൊരു പ്രവചനാതീതമായ പോരാട്ടമാക്കി ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നതും നമ്മൾ കാണാതിരിക്കരുത്. ഇവിടെ ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ആര്യാടൻ ഷൗക്കത്തിന്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്കൊരു സംശയമുള്ളത്, ആര്യാടൻ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്താണല്ലോ 2016 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മകനെ അച്ഛൻ അംഗത്തിന് ഇറക്കുകയാണ് 2022 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഈ 2016 1987 മുതൽ 2016 വരെ ആര്യാടന്റെ മണ്ഡലമായിരുന്നു, ആര്യാടൻ മുഹമ്മദിന്റെ മണ്ഡലമായിരുന്നു. അപ്പോൾ ആര്യാടൻ മുഹമ്മദിന്റെ മണ്ഡലത്തിൽ ഈ കന്നി അംഗത്തിൽ വിജയക്കൊടി പാറിക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിഞ്ഞില്ല. അതിനുശേഷം വന്ന വി പ്രകാശിന്റെ മത്സരത്തിൽ ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചിട്ടുണ്ട് എന്ന കൃത്യമായ വിവരങ്ങൾ വി പ്രകാശിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വരുന്ന ഒരു സാഹചര്യം കൂടി അൻവർ ഫാക്ടറിനൊപ്പം തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അതായിരിക്കും ഈ അങ്ങോട്ടുള്ള 19 ദിവസത്തെ ക്യാമ്പയിനിലെ ഒരു ഹൈലൈറ്റായി വരാൻ പോകുന്നത്. അതിൽ വി പ്രകാശിന്റെ ഭാര്യ സ്മിതയടക്കം എന്തെങ്കിലും കാര്യങ്ങൾ പറയുമോ എന്ന് എനിക്കറിയില്ല പരസ്യമായി. പക്ഷേ ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിനുള്ള ഒരു തുറുപ്പുചീട്ടായി മാറാൻ പോകുന്നത് 2021 UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി എത്രത്തോളം ആര്യാടൻ ഷൗക്കത്ത് ഈ പ്രചാരണത്തിനിറങ്ങി എന്ന കാര്യമായിരിക്കും.